നടക്കുവാൻ പഠിപ്പിക്കുകയാണ്. എന്ന പോലെ 40 വർഷക്കാലം, ആദ്യത്തെ 40 വർഷക്കാലം മിസ്രയീമിന്റെ എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യത്തിൽ ഇരുന്നവനായ മോശ രണ്ടാമത്തെ 40 വർഷക്കാലം ഇതാ മരുഭൂമിയിൽ ദൈവം അവനെ പഠിപ്പിച്ചു. തന്റെ പുരുഷായുസിന്റെ 40 വർഷം മിസ്രയീമിന്റെ കൊട്ടാരത്തിൽ ഭാവി രാജാവാകാമെന്നുള്ള സ്വപ്നം കണ്ട് കാത്തിരുന്നതായ മോശ ഇങ്ങനെ ഒരു ജീവിതത്തിന്റെ അധ്യായം തന്റെ ജീവിതത്തിൽ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദരനെ, സഹോദരിയെ, അതാ മോശയുടെ കാര്യം മാത്രമല്ല, നിന്റെ കാര്യത്തിലും അത്രേ. നീ വിചാരിച്ചതുപോലെ നിന്റെ ജീവിതം മുന്നോട്ട് പോയിരുന്നു എങ്കിൽ ഇന്ന് പകൽ ഈ ടിവിയുടെ മുൻപിൽ നീ ഇരിക്കുകയില്ലായിരുന്നു. നീ വിചാരിച്ചതുപോലെ നിന്റെ ജീവിതം മുന്നോട്ട് പോയിരുന്നു എങ്കിൽ ദൈവത്തോട് നീ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു, ദൈവസന്നിധി നീ കാണപ്പെടാത്തില്ലായിരുന്നു. എന്നാൽ നീ പ്രതീക്ഷിക്കാത്ത റൂട്ടുകളിലൂടെ നിന്റെ ജീവിത വാഹനം കടന്നുപോയത് കൊണ്ടത്രേ നിന്റെ ചുറ്റുമുള്ള വാതിലുകൾ അടഞ്ഞ് നിന്റെ കൂടെ നിന്നവർ കുതികാൽ വെട്ടി മാറി ചുറ്റും പ്രതികൂലത്തിന്റെ ഉരമ്പുകൾ നിനക്കെതിരെ കടന്നു വന്നപ്പോഴത്രേ നീ മേലോട്ട് നോക്കി ദൈവത്തെങ്കിലേക്ക് നിലവിളിച്ചത്. ഇന്ന് ഈ ദിവസം മനസ്സിലാക്കണമേ, ചുറ്റും മരുഭൂമിയുടെ അനുഭവം, എല്ലാം പ്രതികൂലം, മനുഷ്യനും സാത്താനും ഇതാ തല്ലിത്തകർക്കുന്നു എന്ന ക്രമത്തിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ വിളിച്ചുപേക്ഷിക്കുമ്പോൾ ഉത്തരമരുള്ളവരായ ഒരു ദൈവം നിന്നെ കാണുന്നുണ്ട്. മനുഷ്യൻ നിന്നെ കാണുന്നില്ല, നിന്റെ മരുഭൂമിയിൽ നീ ഒറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ നോട്ടം 24 മണിക്കൂറും 365 ദിവസവും നിന്റെ മേൽ തന്നെ ഉണ്ട്. ദൈവം അറിയാതെയല്ല ഈ മരുഭൂമി നിന്റെ ജീവിതത്തിലേക്ക് വന്നത്. എന്നാൽ 100% ഞാൻ ഗ്യാരണ്ടിയോടെ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഈ നാളുകൾ നീ കടന്നു പോകുന്ന ഈ കണ്ണുനീരിന്റെ, നെടുവിരിപ്പിന്റെ, ദുഃഖത്തിന്റെ, ഭാരത്തിന്റെ, വേദനയുടെ, രോഗത്തിന്റെ, ദുരിതത്തിന്റെ ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. ആ ദുരന്തങ്ങളുടെ മരുഭൂമിയിൽ നീ കയറിയത് പോലെ അല്ല നീ പുറത്തു ഇറങ്ങുവാൻ പോകുന്നത്. വീണ്ടും നിന്റെ മരുഭൂമിയിൽ നീ കയറിയത് പോലെ അല്ല നീ മരുഭൂമിയിൽ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി പോകുന്നത്. പദവി നഷ്ടപ്പെട്ട് രാജ്യത്തിന്റെ ഭാവി രാജാവാകാമെന്നുള്ളതായ സ്വപ്നം നഷ്ടപ്പെട്ട് നിരാശനായി വേദനയോടെ നെടുവീർപ്പോടെ ഒരുപക്ഷെ കണ്ണുനീരോടെ മരുഭൂമിയിൽ അലഞ്ഞവനായ മോശ ഇതാ പുറത്തേക്ക് വരുന്നത് ദൈവത്തിന്റെ പ്രവാചകനായിട്ടത്രേ. ഹല്ലേലൂയ. നീ പ്രശ്നത്തിൽ കയറുന്നത് പോലെയല്ല നീ പുറത്തു വരുന്നത്. ആൾ പോലും മാറി, നിന്റെ കൂടെ പഠിച്ചവർക്ക് പോലും ചിന്തിപ്പാൻ കഴിയാത്തത്, നിന്റെ അപ്പനമ്മമാർക്ക്, നിന്റെ സഹോദരങ്ങൾക്ക് ചിന്തിപ്പാൻ കഴിയാത്തത്, ഒരു കണ്ണിന് കാണുവാൻ കഴിയാത്തത്, ഒരു ചെവിക്ക് കേൾക്കുവാൻ കഴിയാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് നിന്റെ ജീവിതത്തിൽ പ്രാപിച്ചെടുത്തത് കൊണ്ട് തലകുനിച്ചല്ല തല ഉയർത്തി എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്നുള്ള ദൈവത്തിന്റെ കൃപയാൽ നിന്റെ മരുഭൂമിയിൽ നിന്ന് നീ പുറത്ത് വരുവാൻ പോകുന്നു. അതെ, നിന്റെ മരുഭൂമി തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. ആദ്യത്തെ 40 വർഷം കൊട്ടാരത്തില്, 40 മുതൽ 80 വരെയുള്ള വർഷം മരുഭൂമിയിൽ, 80 മുതൽ 120 വരെയുള്ള വർഷം ആർക്കും തടുക്കുവാൻ കഴിയാതെ, ഒരു രാജ്യത്തിനും രാജാവിനും ചക്രവർത്തിക്കും വിരൽ ചൂണ്ടുവാൻ കഴിയാതെ അത്ഭുത അടയാളത്താൽ പഠിക്കുന്ന ഏറ്റവും ശക്തനായ പ്രവാചകനായി ദൈവമായ കർത്താവ് മോശയെ പ്രയോജനപ്പെടുത്തി. അത്ഭുതത്തിന്റെയും അടയാളത്തിന്റെ വിവിധ വീര്യപ്രവൃത്തികളുടെയും പര്യായമായി സ്വർഗത്തിലെ ദൈവം തന്നെ ശക്തിയായി നിർത്തി. ആ വലിയ ഉത്തുംഗ ശൃംഗത്തിലേക്ക്, ആ മഹത്വത്തിന്റെ വലിയ ശുശ്രൂഷയിലേക്ക് ചാടിക്കടക്കുവാൻ മോശ കൊടുത്തതായ ഒരു വിലയുണ്ട്. മറന്നു പോകരുത്. ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നത് പോലെ പെട്ടെന്ന് വെറുതെ വരുന്നതല്ല ദൈവത്തിന്റെ കൃപ. യു ഹാവ് ടു പേ എ പ്രൈസ്. നീ അതിനു വേണ്ടി ഒരു വില കൊടുക്കണം. 4 കാര്യങ്ങൾ മോശയെ വില കൊടുത്തു എന്ന് എബ്രായർ 11 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ അവൻ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഒന്നാമതായി സഹോദരനെ, സഹോദരിയെ, ഇന്ന് പകൽക്കാലം നീ ചെയ്യേണ്ടത് നിന്റെ ജീവിതത്തിൽ പായൽ പോലെ പറ്റിയിരിക്കുന്നതായ സകല പാപത്തിൽ നിന്നും ഇന്ന് പകൽ പുറത്തു വാ. ആ സിഗരറ്റ്, ആ ബീഡി, ആ വ്യഭിചാരം, ആ പോർണോഗ്രാഫി, ആ സിനിമ, മറ്റ് ഇതര കാര്യങ്ങൾ പറ്റിയിരിക്കുന്നതായ ദുർമോഹങ്ങളിൽ നിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം പുറത്തേക്ക് വരിക. യേശു കർത്താവ് പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ എന്നെ ത്യജിച്ചുകൊണ്ട് നാൾതോറും തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശു കർത്താവിന്റെ പിന്നാലെ കടന്നു പോകുവാൻ, 1 പാപത്തെ വിട്ട് അവന്റെ പിന്നാലെ കടന്നു പോകുക. 2 വേദപുസ്തകം പറയുന്നു മോശ ചെയ്ത രണ്ടാമത്തെ കാര്യം, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് അവൻ നിരസിച്ചു. 1 പാപത്തെ അവൻ നിരസിച്ച് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നവൻ തിരഞ്ഞെടുത്തു. 2 ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് നിരസിച്ചു. അർത്ഥം, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് നിരസിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രൻ എന്ന പദവി മോശയ്ക്ക് ലഭിച്ചു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് നിരസിച്ചപ്പോൾ ചക്രവർത്തി സ്ഥാനം, രാജാവിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. എന്നാൽ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് നിരസിച്ചപ്പോൾ ദൈവത്തിന്റെ രാജാവായി ദൈവജനത്തെ നയിക്കുവാൻ ആ പ്രവാചകനെ ദൈവം ബലപ്പെടുത്തി
ചുമതലപ്പെടുത്തി ഒരു ക്യാപ്റ്റൻ ആർമിയെ നയിക്കുന്നത് പോലെ ദൈവത്തിന്റെ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് അവനെ തിരഞ്ഞെടുത്തു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് നിരസിച്ചപ്പോൾ ദൈവത്തിന്റെ മകനായി തീരുന്നു. ഫറവോന്റെ പുത്രിയുടെ മകനായി ഇരുന്നു എങ്കിൽ അവൻ പകരം രാജാവാകാമായിരുന്നു. എന്നാൽ മറുവശത്ത് ഇതാ ദൈവത്തിന്റെ ജനത്തെ നയിക്കുവാൻ അവൻ രാജാവായി. ഏത് വിലയാണോ ദൈവത്തിനു വേണ്ടി നീ കൊടുക്കുന്നത്, അതേ വിലയിലും നിലയിലും ദൈവം നിന്നെ തിരിച്ച് മാനിക്കും. അതിൽ അധികമായി ദൈവം നിന്നെ മാനിക്കും. മറന്നു പോകരുത്. ഏതളവിലാണോ ദൈവത്തിന്റെ സന്നിധിയിൽ വിതയ്ക്കുന്നത്, നിശ്ചയമായി അതിന് മാന്യത കടന്നു വരിക തന്നെ ചെയ്യും. കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, ദൈവദാസന്മാർക്ക് നീ കൈത്താങ്ങലായി തീരുമ്പോൾ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഓടുമ്പോൾ, ഇല്ലാത്ത സമയം നീ ഉണ്ടാക്കുമ്പോൾ, പലതും വേണ്ടെന്ന് വെച്ച് ദൈവത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ, മറന്നു പോകരുത്, ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അമർത്തി കുലുക്കി കവിഞ്ഞു വരുന്ന നല്ലൊരളവ് നിന്റെ ജീവിതത്തിലേക്ക് തുറന്ന സ്വർഗത്തിലേക്ക് ദൈവം തരുന്നുണ്ട്. വാങ്ങിയ എന്നെ പോലെയുള്ള ദൈവദാസന്മാർ ഒരുപക്ഷെ മറന്നു കാണും. എന്നാൽ നിന്റെ തലയിലെ രോമങ്ങൾ പോലും എണ്ണി അറിഞ്ഞിരിക്കുന്ന ദൈവം ഒരിക്കലും മറന്നുപോകയില്ല. അവൻ നിന്നെയും നിന്റെ തലമുറയെയും നിശ്ചയമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പഴയ നിയമത്തിൽ ഏറ്റവും ശക്തനായ പ്രവാചകനായി തീരുവാൻ മൂന്നാമതായി മോശ ദൈവത്തിന് വേണ്ടി കൊടുത്തതായ ജനം മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി. അക്കാലത്ത് ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിരുന്നു ഈജിപ്റ്റ് അഥവാ മിസ്രൈം. ആ വലിയ സമ്പത്തിന്റെ അധിപനായി ഫറവോനായി തീരാമായിരുന്ന മോശെ അത് മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിന്റെ നിന്ന അവൻ ഏറ്റെടുത്തു എന്ന് പരിശുദ്ധാത്മായ എബ്രായ ലേഖനത്തിൽ പഠിപ്പിക്കുന്നു. അതേ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നിന്ദകളുണ്ട്, അപമാനം ഉണ്ട്. എന്നാൽ ആ നിന്നെ ഏറ്റെടുത്ത് ആ നിന്നെ വകവയ്ക്കാതെ മനുഷ്യ ശബ്ദത്തിന് ചെവി ട്യൂൺ ചെയ്യാതെ വിശ്വാസത്തിന് നായകനും പൂർത്തിപ്പെടുത്തുന്നതുമായ യേശു കർത്താവിന്റെ മുഖത്തെ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു ദൈവപൈതലിന്റെ മുഖം ഒരിക്കലും ലജ്ജയാൽ നിന്നയാൽ നിറയപ്പെടുവാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കയില്ലേ ഇല്ല. സമാഗമന കൂടാരം നോക്കുമ്പോൾ പുറമേ നിന്ന് നോക്കിയാൽ യാതൊരു ആകർഷണവും ഇല്ല. തകശ് നൂൽ കൊണ്ട് പുറമേ ഇട്ടിരിക്കുന്നതായ ആ സമാഗമന കൂടാരം അഥവാ ചാക്ക് കെട്ടുപോലെ ചാക്ക് നൂലിന്റെ കളറിലായിരിക്കുന്ന സമാഗമന കൂടാരം പുറത്ത് യാതൊരു ആകർഷണവും ഇല്ല. എന്നാൽ അകത്ത് ചെല്ലുമ്പോൾ ദൈവ മഹത്വം ഉൾപ്പെടെയുള്ളതായ വിലയേറിയ പലതരത്തിൽ ആകർഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. പല ഉപകരണങ്ങൾ അവിടെയുണ്ട്. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക അത്രേ. പള്ളിയിൽ പോകണം, കൈയടിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം എന്നൊക്കെ ദൈവദാസന്മാർ പറയുമ്പോൾ ചിലർക്ക് തോന്നും ഇത് നിന്ന ഇതിൽ വലിയ കാര്യം ഇല്ലേ ഇല്ല. എന്നാൽ മറന്നു പോകരുത്, ഈ ക്രിസ്തുവിനെ നിന്ന് ഏറ്റെടുത്ത് ആര് ദൈവത്തെ മാനിച്ച് മുന്നിലേക്ക് കടന്നു പോകുന്നുവോ 1 ശമൂവേൽ 2:30 പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഇസ്രായേലിന്റെ നിക്ഷേപം കളഞ്ഞിട്ട് ക്രിസ്തുവിന്റെ നിന്ന ഏറ്റെടുത്ത് മോശെ ഇതാ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ നയിക്കുമ്പോൾ അവൻ 2 കൈയും ഒഴിവുള്ളവനായി പാപ്പരായി നടന്നു എന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവൻ മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ സകല നിക്ഷേപത്തോടും കൂടി ദൈവം അവരെ പുറപ്പെടുവിച്ചു. മിസ്രൈമിലില്ലാത്ത പൊന്നിനും വെള്ളിക്കും ദൈവമായ കർത്താവ് അവനെ അധിപതിയാക്കി. ദൈവത്തിന്റെ കൃപയിൽ പ്രയോജനപ്പെടുത്തി. സമാഗമന കൂടാരം പണിവാൻ വേണ്ടി മോശ പൊന്നും വെള്ളിയും ജനത്തോട് ചോദിക്കുമ്പോൾ അയ്യോ മതി ഇനി വേണ്ട എന്ന് പറയത്തക്ക ക്രമത്തിൽ ദൈവമായ കർത്താവ് അവനെ മാനിക്കുകയും അവന്റെ പ്രോജക്റ്റിന് അവന്റെ ശുശ്രൂഷയ്ക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ സന്നിധിയിൽ ആരാണോ നിഷ്കളങ്കതയോടെ കടന്നു വരുന്നത്, അയ്യോ മതി ഇനി വേണ്ട എന്ന് പറയത്തക്ക ക്രമത്തിൽ, എന്റെ പാനപാത്രം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കത്തക്ക ക്രമത്തിലല്ല, നിന്റെ പാനപാത്രം നിറഞ്ഞ കവിയത്തക്ക ക്രമത്തിൽ, നിന്റെ പാനപാത്രം നിറഞ്ഞ കവിയത്തക്ക ക്രമത്തിൽ നിന്നെ മാനിക്കുന്നവനത്രേ കർത്താവ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുവോ, ദൈവസന്നിധിയിൽ നിൽക്കുന്നുവോ, വിശ്വസിക്കുന്നുവോ, കീപ് ഓൺ, വീണ്ടും മുന്നോട്ട് പോ. നിശ്ചയമായി ഒരു മാന്യത ഉണ്ട്. 4-ാമത് വേദപുസ്തകം പറയുന്നു, പ്രതിഫലം നോക്കാത്തത് കൊണ്ടല്ല, പ്രതിഫലം നോക്കിയത് കൊണ്ട്. പ്രതിഫലം നോക്കിയത് കൊണ്ട് മോശ പ്രതിഫലം നോക്കി. ഒരു തുലാസിന്റെ ഒരു തട്ടിൽ അവൻ എടുത്തു വെച്ചു മിസ്രൈം, ആ ഭാവിയിലെ രാജാവ് ഫറവോൻ, അവന്റെ അധികാരം എല്ലാം എടുത്തു വെച്ചു. മറുവശത്തവൻ നോക്കി മരുഭൂമിയിലെ ജീവിതം, ദൈവത്തിന്റെ പ്രവാചകൻ തുടർന്നുള്ള ശുശ്രൂഷ. ഇത് വെച്ച് നോക്കുമ്പോൾ മോശയ്ക്ക് ആ പ്രതിഫലം നോക്കിയപ്പോൾ മനസ്സിലാക്കി മറ്റേതിനേക്കാൾ ദൈവത്തിന്റെ പ്രവാചകനായി തീരുന്നത് അതത്രേ ഏറ്റവും വലുത്. ഫറവോനായി തീർന്നിരുന്നു എങ്കിൽ ഇന്ന് ഈജിപ്തിന്റെ ഏതോ ഒരു പിരമിഡിൽ മോശ അന്ത്യവിശ്രമം കൊള്ളുമായിരുന്നു. മനുഷ്യർ സുഗന്ധവർഗങ്ങളെ ഇട്ട് അഴുകിപ്പോകാത്തതായ ശരീരത്തോടെ മോശെ ഫറവോനായി അടക്കം ചെയ്യുമായിരുന്നു. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരേ ഒരു വ്യക്തി മാത്രമാണ് സർവശക്തനായ ദൈവം, അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിക്കുന്നവനായ വലിയവനായ ദൈവം അടക്കി എന്ന് കാണുവാൻ കഴിയുന്നത്. മരണമില്ലാത്തവനായ ദൈവം, എന്നേക്കും ജീവിക്കുന്നവനായ ദൈവം ഒരേ ഒരു മനുഷ്യനെ അടക്കിയുള്ളൂ, അത് മോശെ അത്രേ. മനുഷ്യൻ അടക്കുന്നതിനേക്കാൾ എത്രയോ വലുതത്രേ ദൈവം അടക്കുന്നത്. അവൻ മിസ്രൈമിനെ വിട്ടത് കൊണ്ട്, ഫറവോന്റെ പുത്രിയുടെ മകനെന്നും ഭാവി രാജാവെന്നുള്ള കാര്യത്തെ അവൻ ഉപേക്ഷിച്ചത് കൊണ്ട് ദൈവം പറഞ്ഞു, ഇവനെ മനുഷ്യനെ അടക്കുവാൻ ഞാൻ സമ്മതിക്കയില്ല, ഞാൻ ഇറങ്ങി വന്ന് അവനെ
അടക്കും. അതേ യുവാവ് യുവതിയെ, ഇതാരോട് പരിശുദ്ധാത്മാവ് ഒരു മിഷണറി കാളായി പറയുന്നു. നീ ഡോക്ടർ ഉദ്യോഗം രാജിവെച്ച് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങിയാൽ ഒരു ഡോക്ടർ ജീവിക്കുന്നതിനേക്കാൾ നന്നായി ദൈവം നിന്നെ പോറ്റി പുലർത്തും. നീ ഒരു കളക്ടർ ഉദ്യോഗം രാജിവെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നാൽ ഒരു കളക്ടർ ജീവിക്കുന്നതിനേക്കാൾ നന്നായി ദൈവം നിന്നെ നടത്തും. ഒരു പിയൂൺ രാജിവെച്ച് അല്ലെങ്കിൽ ഒരു ടീച്ചർ ഉദ്യോഗം രാജിവെച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ കടന്നു വന്നാൽ ഒരു ടീച്ചർ ജീവിക്കുന്നതിനേക്കാൾ നന്നായി ദൈവം നിന്നെ നടത്തും. ദൈവം ആർക്കും കടക്കാരൻ അല്ല. മോശയുടെ ജനനം ആരംഭത്തെങ്കിൽ ഒരു അടിമബാലൻ, ജീവിച്ചിരിപ്പാൻ 2 വയസ്സുവരെ മനുഷ്യൻ അനുവദിക്കാത്തവൻ, 2 വയസ്സുവരെ ജീവിപ്പാൻ അനുവാദമില്ലാത്തവൻ, അവന്റെ ആരംഭം മോശമത്രേ. നിന്റെ ജീവിതത്തിന്റെ ആരംഭം മോശമായിരിക്കാം, നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മോശമായിരിക്കാം. എന്നാൽ ഇന്നത്തെ ഞെരുക്കം മറക്ക്. ഇന്നത്തെ അവസ്ഥയെ മാറ്റി നിനക്ക് പോലും ചിന്തിച്ച് എത്തിപ്പിടിപ്പാൻ കഴിയാത്ത ക്രമത്തിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം ഇന്നും നിന്നെ കാണുന്നുണ്ട്. അവന്റെ ജീവിതത്തിന് ആരംഭം മോശം, പക്ഷെ അവസാനമോ പിസ്ഗയുടെ കൊടുമുടികൾ ദൈവം ഇറങ്ങി വന്ന് 120 വയസ്സു വരെ കണ്ണിന്റെ ശോഭ കുറയാത്ത ഒരു ശക്തനായ പ്രവാചകനായി ദൈവം മോശയാക്കി തീർത്ത് അവൻ മരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവനെ അടക്കി. അതിപ്രിയ സഹോദരങ്ങളെ, വിശ്വാസവീരന്മാരുടെ ആരംഭത്തെക്കാൾ അവന്റെ അവസാനം നല്ലതത്രേ. നിന്റെ ജീവിതത്തിന്റെ ആരംഭത്തെക്കാൾ നിന്റെ ജീവിതത്തിന്റെ അവസാനം നല്ലതാകട്ടെ. നിന്റെ കുടുംബ ജീവിതത്തിന്റെ ആരംഭത്തെക്കാൾ നിന്റെ കുടുംബ ജീവിതത്തിന്റെ അവസാനം നല്ലതാകട്ടെ. നിന്റെ ശുശ്രൂഷയുടെ അവസാനം നല്ലതാകട്ടെ. നിന്റെ ബിസിനസിന്റെ അവസാനം നല്ലത്. നിന്റെ ജീവിതം ഓരോ നാൾ കഴിയും തോറും അത് നല്ലത്. 2007 അവസാനത്തെ മാസത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പറയാം, അതേ അപ്പച്ച, എന്റെ ജീവിതത്തിന്റെ ആരംഭത്തെക്കാൾ എന്റെ ജീവിതത്തിന്റെ അവസാനം നല്ലതാക്കി തീർക്കണമേ. എന്റെ ജീവിതത്തിന്റെ ആരംഭത്തെക്കാൾ എന്റെ ജീവിതത്തിന്റെ അവസാനം നല്ലതാക്കി തീർക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിന്നെ മാനിക്കുവാൻ, ദൈവത്തിന്റെ ശക്തിയുള്ള കരം നിന്നോട് കൂടെ ഇരിപ്പാൻ ഇപ്പോൾ തന്നെ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കണ്ണുകളെ അടച്ച് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, കർത്താവ് യേശുവേ, എൻ്റെ ഹൃദയവാതിൽ അങ്ങേക്കായി തുറക്കുന്നു. അങ്ങേ ഞാൻ രക്ഷിതാവും കർത്താവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. അവിടുന്ന് കടന്നു വരണമേ. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കും. വായു തുറന്ന് പറഞ്ഞാട്ടെ, ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരെന്നെ നീ എഴുതാം. അങ്ങേ ഞാൻ രക്ഷിതാവായി എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. അതെ, അങ്ങനെ ആരാണോ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. നമുക്ക് ഒരുമിച്ച് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളുടെ മേലും അവിടെ ശക്തിയുള്ള കരം വെച്ച് അവിടുന്ന് വിടിവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അവർ അനുഭവിക്കുന്ന എല്ലാ ശാപങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. എല്ലാ വേദനകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ മെനിഞ്ചൈറ്റീസിൻ്റെ രോഗത്തിലായിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. മെനിഞ്ചൈറ്റീസിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ അലർജികളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ജീസസ്, ഇപ്പോൾ തന്നെ അങ്ങനെ ആയിരിക്കുന്നവരുടെ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഒരു സഹോദരി എന്നെ കേൾക്കുന്നു, നിന്റെ പേര് രഞ്ജിനി എന്നാണ്. രഞ്ജിനി, യേശുവിൻ്റെ ശക്തിയുള്ള കരം നിന്റെ മേൽ വരുന്നു. അവൻ നിന്നെ തൊടുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നു. നന്ദി കർത്താവേ, അവിടുന്ന് നിന്റെ മക്കളെ തൊട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇപ്പോൾ തന്നെ സകല ദുഷ്ടരോഗങ്ങളെ, എല്ലാ ബലഹീനതകളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു മാറ്റുന്നു. വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സൗഖ്യമാക്കും. ശക്തിയുള്ള നാമത്തെ മഹത്വപ്പെടുത്തും. നീ അവരെ തൊട്ട് കഴിഞ്ഞ കൃപയ്ക്കാണ് നന്ദി. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അതെ, ദൈവത്തിനെ സ്തുതിക്കുക, കർത്താവിന് നന്ദി പറയുക. ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്ത് കഴിഞ്ഞു. വിശ്വാസത്താൽ മോശത്താൽ വന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കാത്തത് കൊണ്ടല്ല, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൾ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ച് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, സംഘടനയ്ക്കല്ല, പ്രസ്ഥാനങ്ങൾക്കല്ല, യേശുവപ്പച്ചന് വേണ്ടി നിൽക്കുവാൻ, യേശുവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. എന്തെങ്കിലും ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതി അറിയിപ്പാൻ മറക്കരുത്. ഡെയിലി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 0471272527 എന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ 9447830604 9447830604. എന്തെങ്കിലും ഒരു പ്രാർത്ഥന അപേക്ഷ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കത്തെഴുതുക. ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 6543, തിരുവനന്തപുരം 25. വീണ്ടും നമ്മൾ കാണുന്നവരെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഡൊണേഷൻസും അയക്കേണ്ട വിലാസം: ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 6543, ട്രിവാൻഡ്രം 25. ഫോൺ 2725272